നമ്മൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നെന്നും ഡ്രഗ്സ് സെയിൽ ചെയ്യുന്നുണ്ടെന്നും അതേ കണക്ക് ആൺകുട്ടികളെ വലവീശി പിടിക്കുന്നുണ്ടെന്നും പെൺകുട്ടികളെ യൂസ് ചെയ്ത് ആൺകുട്ടികളെ വലവീശി പിടിക്കുന്നുണ്ടെന്നും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് ചെക്കന്മാർ ഇതിന്റെ ഉള്ളിൽ കയറിയത്? ഇവിടെ ക്യാമറ ഉണ്ട്. ഒരു എവിഡൻസ് പോലും ഇല്ലാതെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഫോട്ടോസ് AI വെച്ച് ക്രിയേറ്റ് ചെയ്ത് നമ്മളിങ്ങനെ അപമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തെറ്റും ഞങ്ങൾ ചെയ്യുന്നില്ല. ഇസ്രിയ, അൽഫിയ, അശ്വതിബാല, എൻ ഷാറൂഖ്, ഈ 4 പേരെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. കോഴിക്കോട് പാലായി ഈ PG എന്ന് പറയുന്ന സെറ്റപ്പില്ലേ, ഹോം സ്റ്റേ പോലത്തെ പരിപാടി റെസിഡൻസ് ഏരിയയിലാണ് 3 പെൺകുട്ടികൾ ചേർന്ന് നടത്തുന്നത്. അപ്പൊ ഈ റെസിഡൻസ് ഏരിയ ആകുമ്പോൾ കുറച്ച് ടാസ്ക് ആണ്. അവിടെ ഈ ഡ്രഗിങ് അപരാധങ്ങളൊക്കെ നടക്കുന്നത് കുറച്ച് കുറവാണ് നമ്മുടെ നാട്ടിലോട്ട്. കോഴിക്കോടത്തെ അവസ്ഥ എനിക്ക് അറിയത്തില്ല, നമ്മുടെ നാട്ടിലൊക്കെയാണ് കേട്ടോ. ഈ ട്രിവാൻഡ്രം ഏരിയയിലൊക്കെ റെസിഡൻസ് ഏരിയയിൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ഏരിയയാണ്. അവിടെ അപരാധ പരിപാടികളൊക്കെ നടക്കുന്നത് കുറവാണ്. കോഴിക്കോട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പൊ ഈ 3 പെൺകുട്ടികളും കൂടി ചേർന്ന് ഈ ഒരു ഏരിയയിൽ PG ഈ ഹോം സ്റ്റേ പരിപാടി നടത്തുന്നുണ്ട്. അവിടെ വേറെ പെൺകുട്ടികളൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലൈഫ് ഓഫ് ഹക്കീമില്ലേ, എന്റെ കാസറ്റ് എന്ന പേരിലായിരുന്നു ആദ്യത്തെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, പിന്നെ ഇപ്പൊ ലൈഫ് ഓഫ് ഹക്കീം എന്നായി. ഈ ഹക്കീമാണെങ്കിൽ ഈ 3 പെൺകുട്ടികളും ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ടെന്നും ഡ്രഗ് ഡീലർ ആണെന്നും അതുപോലെ അവരുടെ ഹോം സ്റ്റേ പരിപാടിയിൽ വേറെ ആണുങ്ങൾ വരാറുണ്ടെന്നും പോകാറുണ്ടെന്നും പല പരിപാടികളും അപരാധങ്ങളും അവിടെ നടക്കുന്നുണ്ടെന്നും പറഞ്ഞും കൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ വീഡിയോ ഫേക്കാണെന്നും അത് ഉടായ്പാണെന്നും ഹക്കീമിനെതിരെ കേസ് കൊടുത്ത് ആ പെൺകുട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ആ പെൺകുട്ടികൾ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ ഒന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ എപ്പോഴും അന്വേഷിക്കുന്ന രീതി പോലെയല്ല, വ്യത്യസ്തമായ രീതിയിൽ നമ്മളൊന്ന് നോക്കണം. കാരണം കുറച്ചധികം കാര്യങ്ങൾ ആ പെൺകുട്ടികൾ പറയുന്നുണ്ട്. അതുപോലെ ഇവിടെ ഡ്രഗും കാര്യങ്ങളും ഉണ്ടെന്ന് ഹക്കീം വിളിച്ച് പറഞ്ഞിട്ടാണ് അവിടെ പോലീസ് വന്നതെന്നും പറയുന്നുണ്ട്. അങ്ങനെ പോലീസ് വന്ന് അന്വേഷിച്ചതിനെ തുടർന്ന് അവിടെ ഒന്നും കിട്ടിയിട്ടില്ല. അവിടെ നല്ല സർട്ടിഫിക്കറ്റ് ആണ് പോലീസ് കൊടുത്തിട്ട് പോയത്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഹക്കീം ഇട്ട കണ്ടന്റ് ഫേക്ക് ആണോ? ആരുടെ വാക്ക് കേട്ടിട്ടാണ് ഹക്കീം ഇങ്ങനെ ഒരു സാധനം ഇട്ടത്? നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര് സാധാരണ ഒരു ആൾ എന്തെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തെളിവ് ചോദിക്കും. എന്തെങ്കിലും തെളിവുണ്ടോ? തെളിവുണ്ടെങ്കിൽ ആ തെളിവ് വാങ്ങി വെച്ചിട്ട് നമ്മൾ സംസാരിക്കും. അല്ലാത്ത പക്ഷം തെളിവ് പോലും കയ്യിലില്ലാണ്ട് വായ്ത്താളം കൊണ്ട് കേട്ട് അതെടുത്ത് വെച്ച് അടിച്ചു കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലും വള്ളിയായി കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ചത്തിരിക്കും. അതുകൊണ്ട് ഞാൻ എന്ത് വീഡിയോ ചെയ്ത് കഴിഞ്ഞാലും അത്യാവശ്യം തെളിവ് വാങ്ങി വെച്ചിട്ട് അടിക്കും. റിയാക്ഷൻ പബ്ലിക്കിൽ വരുന്നതെടുത്ത് വെച്ച് അഭിപ്രായം പറയുന്ന സമയത്ത് ഓഫ് കോഴ്സ് നിങ്ങളെ പോലെ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ അഭിപ്രായം പറയും. പക്ഷെ ഞാനൊരു വിഷയത്തിൽ ഇറങ്ങി സംസാരിക്കുകയാണെങ്കിൽ ഞാൻ തെളിവ് വാങ്ങി കയ്യിൽ വയ്ക്കും, എന്നിട്ട് വാവുണ്ടടിക്കും. അപ്പം നാളെ അത് വള്ളിയായാലും കാണിക്കാൻ തെളിവുണ്ട്. നമ്മുടെ സുനയുടെ ഒക്കെ കേസിൽ അങ്ങനെയായിരുന്നു. തെളിവുണ്ട് സ്റ്റേഷനിൽ കാണിച്ചപ്പോൾ സാറുമാർക്ക് കാര്യം പിടികിട്ടി. അതുപോലെ ആയിരിക്കും അങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ നമുക്ക് തെളിവ് കാണിക്കാൻ പറ്റണം. അങ്ങനെ തെളിവ് കയ്യിൽ വാങ്ങി വച്ചിട്ട് വേണം സംസാരിക്കാൻ. എന്തായാലും ആദ്യം ഹക്കീം ഇട്ടിട്ടുള്ള ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇസ്രിയ, അൽഫിയ, അശ്വതിബാല, എൻ ഷാറൂഖ്, ഈ 4 പേരെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. സ്ത്രീകൾ നേതൃത്വം നൽകി സ്ത്രീകളെ തന്നെ ട്രാപ്പിലാക്കുന്ന ലഹരിക്കണികൾ നമുക്കിടയിൽ നടക്കുന്നുണ്ട്. സ്ത്രീകളിലൂടെ പുരുഷന്മാരിലേക്ക് ഇവർ എത്തുകയും പെടുത്തുകയും ചെയ്യും എന്നത് മറ്റൊരു സത്യമാണ്. ഇതെല്ലാം നടക്കുന്നത് കോഴിക്കോട് പാലാഴിയിലാണ്. കോഴിക്കോടിന്റെ അവസ്ഥ ബാംഗ്ലൂരും കൊച്ചിയേക്കാളും വളരെ മോശമായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാധാരണ കേരളത്തിൽ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങൾ എന്ന് പറയുമ്പോൾ കോഴിക്കോടിനെ പറഞ്ഞിരുന്നു. പക്ഷേ സമീപകാലങ്ങളിലായി നമ്മുടെ ക്രൈം ഫയലിൽ വരുന്ന വാർത്തകൾ തന്നെ ലഹരിക്ക് അടിസ്ഥാനമായി ലഹരി ഉപയോഗിച്ച് ചെയ്യുന്ന ക്രൈമിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ കോഴിക്കോട് നിന്നാണ്. നേരത്തെ പറഞ്ഞ മിസ്രിയ നടത്തുന്ന ആയാം വുമൻസ് PG നടക്കുന്നത് ലഹരി വിതരണവും ഉപയോഗവുമാണ്. ഒരു 3 മേലൊരു റൂമിലാണ് നിൽക്കുന്നത്. അപ്പൊ ആ മേലേക്ക് നമുക്ക് പോവാൻ പറ്റാത്ത അവസ്ഥ. ഫുള്ള് സിഗരറ്റ് വളർത്തിയിട്ട് ഭയങ്കര സീനിയാണ്. ഇതേ വുമൻസ് PGയിൽ നിരന്തരം ആൺകുട്ടികൾ വന്നു പോകുന്നുണ്ട് എന്നുള്ളത് അവിടെ താമസിച്ച പെൺകുട്ടികൾ പറയുന്നുണ്ട്. മിസ്രിയ നടത്തുന്ന ആയാം വുമൻസ് PGയിലെ നടത്തിപ്പുകാരെ സംശയിച്ച് പോലീസ് അവിടെ റെയ്ഡ് നടത്തിയിട്ടുണ്ട്. എന്റെ ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ 1-2 തവണ അവിടെ പോയിട്ടുണ്ട്, വീട്ടിൽ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അവൾ അവിടെ നിന്ന് ഇറങ്ങുന്നതിന്റെ ഒരു 2 days മുന്നൊക്കെ അവിടെ പോലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നടക്കുന്നത് ഒരു വുമൻസ് PGയിലാണ്. മിസ്രിയ നടത്തുന്ന ആയാം വുമൻസ് PG എന്ന പാലാഴിയിലെ PG. നമ്മളെല്ലാവരും ക്ലാസ്സിൽ പോയപ്പോ ഓളെ ബാഗ് എന്തോ ചെക്ക് ചെയ്തപ്പോ എന്തോ ട്യൂബോ അങ്ങനെ എന്തോ കുട്ടി നിന്നിട്ട് ഫുൾ ഇഷ്യൂ ആക്കിക്കഴിഞ്ഞ നമ്മള്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഡ്രഗ് വിറ്റഴിക്കുന്നതും ഉപയോഗിക്കുന്നതുമായ കേരളത്തിലെ മറ്റൊരു സ്ഥലം കോഴിക്കോട് പാലാഴി. കോഴിക്കോട് പാലാഴിയിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ലഹരി മരുന്ന് പിടിച്ചെടുത്തു. 30 ഗ്രാം MDMA, 35 LSD സ്റ്റാമ്പ് എന്നിവ പിടികൂടി. പാലാഴിയിൽ നിന്ന് 8 ഗ്രാം MDMA-യുമായി പിടിയിലായത് വിമുക്ത ഭടനും പെൺ സുഹൃത്തുമാണ്. മിസ്രിയ, അശ്വതിബാല, അൽഫിയ, എൻ ഷാറൂഖ്,
ഇവരെ ആരും ചെയ്യുന്ന സമൂഹത്തിന് നന്മയല്ല. ഇവരുടെ ഈ പ്രവൃത്തികളും രീതികളും സമൂഹത്തിന് ദോഷം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ദോഷം ചെയ്യുന്നത് 6 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനോടാണ്. ഇവരിൽ ഒരാളുടെ മകളായ 6 വയസ്സായ പെൺകുട്ടി ഇവരുടെ കൂട്ടത്തിലുണ്ട്. ഒരിക്കൊരു ചെറിയ മോളുണ്ട്, അതിനങ്ങനെ നോക്കൊന്നില്ല, അങ്ങനെ ഇട്ടങ്ങ് പോവും. ഇങ്ങനെ ചില കണ്ടെടുത്തും എല്ലാരും കൊണ്ടുപോവുകയും ചെയ്യൂ, ചിലപ്പോ നോക്കുന്നില്ല, ഫുഡൊന്നും കൊടുക്കൂല. ഈ 6 വയസ്സുകാരി പെൺകുട്ടി അനുഭവിക്കുന്ന മെന്റൽ ട്രോമ, ഇമോഷണൽ ഇൻസെക്യൂരിറ്റി, ഇതെല്ലാം പെൺകുട്ടിയുടെ ജീവിതത്തിലെ അവകാശങ്ങളെയാണ് നഷ്ടപ്പെടുത്തുന്നത്. ഒരു കുട്ടിയും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കാൻ പാടില്ല. ചൈൽഡ്ഹുഡ് ട്രോമ എന്നും അവരുടെ മനസ്സിലുണ്ടാവും. വെറും ഒരു റീല് ചെയ്ത് വ്യൂവേഴ്സ് ഉണ്ടാക്കുക എന്ന് മാത്രമല്ല എന്റെ ലക്ഷ്യം. എന്റെ മുന്നിൽ വന്ന ഈ ഗൗരവകരമായ വിഷയം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതായിരുന്നു എന്റെ കടമ. വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് വകുപ്പിലും NCPCRലും ഇതിനോടകം എന്റെ പരാതി ഞാൻ നൽകി കഴിഞ്ഞു. നമ്മുടെ ഇടയിലെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിരിക്കണം. ലഹരിയുടെ ഇരകളായിട്ട് അവരുടെ ബാല്യം നശിക്കാൻ പാടില്ല. ഓക്കെ, ഇതാണ് ഹക്കീം ചെയ്തിട്ടുള്ള ആ വീഡിയോ. ഈ വീഡിയോയിൽ 3-4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു പയ്യന്റെ പേരും പറയുന്നുണ്ട്. ഈ പയ്യനെ പറ്റിയിട്ട് ആ പെൺകുട്ടികൾ പറഞ്ഞ കാര്യത്തിലാണ് എനിക്ക് എവിടെയോ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വീണത്. എവിടെയോ ഒരു 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 വശപ്പശ അടിച്ചു സത്യം സീരിയസിൽ പറയാം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രത്യേക രീതിയിലാണ് ഈ കേസ് പോകുന്നത്. പ്രത്യേകിച്ച് ഹക്കീം പറഞ്ഞതെല്ലാം കള്ളമാണെന്നാണ് ആ പെൺകുട്ടികൾ വാദിക്കുന്നത്. ഇപ്പൊ കുറ്റം ചെയ്ത ആരായാലും അങ്ങനെ വാദിക്കത്തുള്ളൂ. ആ പെൺകുട്ടികൾ കുറ്റം ചെയ്തു എന്നല്ല ഞാൻ സ്ഥാപിക്കുന്നത്. എന്തായാലും നമുക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന വീഡിയോ രണ്ടും എടുത്ത് വെച്ച് അനലൈസ് ചെയ്യാം. അതായത് 3 ചാനലുകളിലാണ് ഈ വീഡിയോകൾ വന്നിട്ടുള്ളത്. എല്ലാം നമുക്കൊരു അരുവേന്ന് നോക്കാം. നിങ്ങൾ തന്നെ അവസാനം ഇതെല്ലാം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലോട്ട് പോകും. ഹക്കീമിന്റെ വീഡിയോ കണ്ടല്ലോ. ഇതിനുശേഷം ഈ വീഡിയോയിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, അതിലുള്ള ഒരു ലേഡി തന്റെ കുട്ടിയെ നോക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അവിടെ ആണുങ്ങളെ വിളിച്ച് കയറ്റും എന്നുള്ളൊരു പരിപാടി ഹക്കീം പറയുന്നുണ്ട്. പിന്നെ വേറൊരു പയ്യന്റെ കേസ് പറയുന്നുണ്ട്. ആ പയ്യനുമായിട്ട് അതിലുണ്ടായിരുന്ന 2 പെൺകുട്ടികൾക്ക് കമ്പനി ഉണ്ടായിരുന്നെന്നും 3 മാസം മുന്നേ, ഒരു 2-3 മാസം മുന്നെയാണ് ആ കമ്പനി അവൻ മോശമായതുകൊണ്ട് ഇവർ നിർത്തിയതെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് അവിടെ വേറെ കുറച്ച് സംശയമുണ്ട്. നമുക്ക് പോകെ നോക്കാം. എന്തായാലും ആദ്യം ചങ്ങാതി കൂട്ടത്തിൽ വന്നിട്ടുള്ള ആ പെൺകുട്ടികളുടെ കുറച്ച് സംസാരമുണ്ട്. ആ പെൺപിള്ളേർ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹക്കീം ഇട്ട ഈ വീഡിയോക്ക് എതിരാണ് അവർ സംസാരിക്കുന്നത്. പിന്നെ AI ജനറേറ്റഡ് ആയിട്ടുള്ള കുറെ ഇമേജസ് ആണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഹക്കീം പറഞ്ഞിട്ടാണ് അവിടെ പോലീസ് വന്നതെന്ന് പറയുന്നുണ്ട്. കുറച്ച് ഡൗട്ടുകൾ ഇല്ലാതില്ല. നോക്കാം. ഞാൻ അൽഫിയാണ്. ഞാനിവിടെ കോഴിക്കോട് പാലാഴിയിൽ IMPG എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുകയാണ്. ഞാനും എന്റെ ഫ്രണ്ട്സ് മിസ്രിൻ ഫർഹാനും അശ്വതി ബാലെങ്കിലും ഒന്നിച്ചാണ് ചെയ്യുന്നത്. നമുക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരു വ്യാജ ന്യൂസ് പ്രചരിപ്പിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ലൈഫ് ഓഫ് ഹക്കീം എന്നുള്ള പേരുള്ള അബ്ദുൽ ഹക്കീം PV ആണ് ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആള് പറയുന്നത് നമ്മൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നെന്നും ഡ്രഗ്സ് സെയിൽ ചെയ്യുന്നുണ്ടെന്നും അതാണ് ആൺകുട്ടികളെ വലവീശി പിടിക്കുന്നുണ്ടെന്നും പെൺകുട്ടികളെ യൂസ് ചെയ്ത് ആൺകുട്ടികളെ വലവീശി പിടിക്കുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വകയുള്ള സംഭവങ്ങളൊന്നും സത്യമല്ല. നമ്മൾ മുഖം പോലും മറക്കാതാണ് ഇപ്പൊ വന്ന് ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നതും ഇത് പറയുന്നതും. ആ വീഡിയോയിൽ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ വീടിന്റെ സിറ്റ് ഔട്ടിലിരുന്ന് ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്യുന്നതായിട്ടുള്ള കണ്ടന്റ്സ് ആണ് അവൻ യൂസ് ചെയ്തേക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്നത് ഇങ്ങനെ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ്. ഇവിടെ ഈ വക സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടുകാർ എന്നെ ഇടപെട്ടേനെ. അപ്പൊ നാട്ടുകാർ പോലും അറിയാത്ത ഈ ഒരു സംഭവം സൗദിയിലിരിക്കുന്ന ഹക്കീം അതെങ്ങനെ അറിഞ്ഞു? അതിനുള്ളൊരു റെസ്പോൺസ് നമുക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. ഓക്കെ, എന്തായാലും ഇതിനുള്ള റെസ്പോൺസ് ഹക്കീം ഒന്ന് കൊടുക്കണം. ഹക്കീം ഇതുവരെ ആ വീഡിയോ റിമൂവ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇതുവരെ ഒരു മറുപടിയും കൊടുത്തിട്ടില്ല. OG സുനിലിലേക്ക് കേസിൽ പറവറാന്ന് OG സുനിലിന്റെ പ്രസ് മീറ്റ് വന്ന സമയത്ത് ഇപ്പുറത്ത് ഹക്കീം വീഡിയോ ഇട്ടോണ്ടിരുന്ന കമന്റ് ഇട്ടോണ്ടിരുന്ന ആ ഒരു സെറ്റപ്പിൽ റിപ്ലൈ ഉണ്ടായിരുന്നു. ഈ ഒരു കുട്ടികൾ സംസാരിക്കുന്ന വീഡിയോയുടെ താഴത്തെ കമന്റ് ബോക്സുകൾ ഞാൻ ചെക്ക് ചെയ്ത് ഒന്നുമില്ലായിരുന്നു. കമന്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു അനക്കവും ഇല്ലായിരുന്നു. ഹക്കീമിന്റെ ഒരു അനക്കവും കാണാനില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ ഹക്കീം ഇട്ടിട്ടുള്ള മറ്റേ വീഡിയോ അവിടെ കിടപ്പുണ്ട്. ഹക്കീമിനെ പോലീസ് വിളിച്ച സമയത്ത് ഹക്കീം വീഡിയോ റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല, ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്. അതായത് ക്രെഡിബിലിറ്റിയെ ബാധിക്കും എന്ന് ഒരാൾ പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. നമ്മൾ ആ ഒരു വീഡിയോയുടെ സത്യാവസ്ഥ മനസ്സിലാക്കണം. അത് തെറ്റാണെന്ന് അല്ലെങ്കിൽ നമ്മൾ പ്രചരിപ്പിച്ചത് കള്ളമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അത് റിമൂവ് ചെയ്യാനുള്ളത് ബാധ്യസ്ഥത നമുക്കുണ്ട്. അല്ലെങ്കിൽ അത് തിരുത്തി പറയേണ്ട ഒരു ബാധ്യസ്ഥതയും നമുക്കുണ്ട്. അല്ലാണ്ട് നമ്മുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും അതുകൊണ്ട് റിമൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്ത് നിൽക്കുന്ന 3 കുട്ടികൾക്ക് ജീവിതമാണ്. അതുകൊണ്ട് ഹക്കീം ആ പറഞ്ഞതിൽ എനിക്ക് യോജിപ്പില്ല. ഹക്കീം അങ്ങനെ പറഞ്ഞു എന്നാണ് അവിടുത്തെ പോലീസുകാർ പറഞ്ഞു എന്നാണ് ഈ ചങ്ങാതി കൂട്ടം എന്ന് പറയുന്ന ചാനലുകാരും പറയുന്നത്. അതുപോലെ തന്നെ ഈ പെൺപിള്ളാരും പറയുന്നത്. അതുകൊണ്ട് എനിക്ക് അവിടെ എന്തോ ഒരു വശപ്പശക്ക് ഫീൽ ചെയ്തു. ഹക്കീമിന് തെറ്റ് പറ്റിയതാവാം മേ ബി, അല്ലെങ്കിൽ തെറ്റ് പറ്റിയിട്ടില്ലെങ്കിൽ ഹക്കീം തെളിവ് സഹിതം ഈ ഒരു കേസ് തെളിയിക്കണം. അല്ലാണ്ട് ഇത് ചുമ്മാ വായി മൂടി മിണ്ടാതിരുന്നാൽ പറ്റത്തില്ല. കാരണം നാട്ടിലില്ലാത്തതുകൊണ്ട് ഹക്കീമിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല, പുറത്തായതുകൊണ്ട്. ആ ഒരു ധൈര്യത്തിൽ നിന്ന് കളിക്കുന്നത് എനിക്ക് ഫെയർ ആയിട്ട് തോന്നുന്നില്ല. ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള
എക്സ്പ്ലനേഷൻ ഹക്കീം ഇടണം. പിന്നെ ഹക്കീമിന് വോയിസ് അയച്ചു കൊടുത്ത പെൺകുട്ടികൾ, ഹക്കീമിന്റെ അടുത്ത് ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞ പെൺകുട്ടികൾ രംഗത്ത് വരണം. ആ പെൺകുട്ടികളെ അല്ലെങ്കിൽ ചോദ്യം ചെയ്യണം. ആ പെൺകുട്ടികൾ എങ്ങനെയാണ് ഇതൊക്കെ അറിഞ്ഞതെന്ന് ചോദ്യം ചെയ്യണം. ഇവിടെ നമുക്ക് ന്യൂട്രലിൽ നിൽക്കാനേ പറ്റത്തുള്ളൂ. ഇവർ പറയുന്നതാണോ സത്യം, ഹക്കീം പറയുന്നതാണോ സത്യം, നമുക്ക് തെളിവില്ല, ഒന്നിനും തെളിവില്ല. ഹക്കീമിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അത് വെച്ച് ഹക്കീം വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കറക്റ്റാവും. അല്ലാത്ത പക്ഷം നമുക്ക് ഹക്കീമിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഓക്കെ, ബാക്കി പെൺകുട്ടികൾ പറയുന്നത് കേൾക്കാം. അതാണ് ഒരൊറ്റ എവിഡൻസ്, നമ്മളിത് ചെയ്യുന്നോ, നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഭവങ്ങൾ നമ്മൾ ചെയ്യുന്നുള്ളതിന് ഒറ്റ ജെനുവിൻ എവിഡൻസ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ സമൂഹം പറയുന്ന എന്ത് ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ CCTV ക്യാമറ ഉണ്ട്. ഇതിന്റെ എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ 2 മാസത്തെ എന്തായാലും ഉണ്ടാവും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. നമുക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ പറയുന്ന എന്ത് വേണമെങ്കിലും ഒരു തെളിവെങ്കിലും, ജെന്യൂൻ ആയിട്ടുള്ള ഒരു തെളിവെങ്കിലും ആർക്കെങ്കിലും കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അംഗീകരിക്കും. നിങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ അംഗീകരിക്കും. അവരത്രയും കോൺഫിഡൻസ് ആയിട്ട് നിന്നാണ് 3 പെൺകുട്ടികളും സംസാരിക്കുന്നത്. അതുപോലെ ഇവിടെ CCTV ഉണ്ട്. 2 മാസത്തെ ഫുട്ടേജ് കിട്ടും. അതായത് 2 മാസത്തെ ഫുൾ ഫുട്ടേജ് 24/7 ഫുട്ടേജും കിട്ടുമെന്നാണ് ഈ പിള്ളേർ പറയുന്നത്. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ഒന്നുകൂടി അവിടെ പോകണം, അന്വേഷിക്കണം, ആ ഫുട്ടേജ് ഫുള്ള് ചെക്ക് ചെയ്യണം. ഈ ഹക്കീം പറഞ്ഞതുപോലെ ആമ്പിള്ളേർ അവിടെ വന്നു പോകുന്നുണ്ടോ എന്ന് 2 മാസത്തിന് ഗ്യാപ്പിലുള്ള ഫുൾ CCTVയും ചെക്ക് ചെയ്ത് നോക്കണം. ആമ്പിള്ളേർ അവിടെ വന്നു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നടക്കാൻ പാടില്ലാത്ത പരിപാടികൾ അവിടെ നടക്കുന്നുണ്ടോ എന്ന് ഫുള്ള് ചെക്ക് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. ഹക്കീം അവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമ്പിള്ളേർ വന്നു പോകുന്നുണ്ട്, പല പരിപാടികളും നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഫുട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അത് ക്ലിയർ ആവും. പിന്നെ അതുപോലെ ഇവരുടെ 3 പേരുടെ ബ്ലഡ് ഫുള്ള് ടെസ്റ്റ് ചെയ്യുക, അവിടെ താമസിക്കുന്ന ബാക്കിയുള്ളവരുടെയും ടെസ്റ്റ് ചെയ്യുക, എല്ലാം ടെസ്റ്റ് ചെയ്യുക. അതും ചെയ്യേണ്ടതാണ്, വച്ച് താമസിപ്പിക്കരുത്. അതൊക്കെയാണ് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ. അതൊക്കെ ചെയ്ത് ഈ കേസ് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് തെളിയിക്കണം. കാരണം ആ പെൺകുട്ടികൾ നിരപരാധിയാണെങ്കിൽ ഒരുത്തം വന്ന് പറഞ്ഞത് കേട്ടും കൊണ്ട് എല്ലാവരും കൂടി ആ പെൺപിള്ളാരെ ചെളിവാരി തയ്ക്കുന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റായ ഒരു കാര്യമെന്നേ ഞാൻ പറയത്തുള്ളൂ. മാന്യമായിട്ട് ജീവിച്ചു പോകുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് നേരെ ഇങ്ങനെ ഒരു ആരോപണം ഇട്ട് അവരുടെ ജീവിതം തന്നെ സ്പോയിൽ ചെയ്ത് കളയുന്നത് തെറ്റല്ലേ? അതുകൊണ്ട് ഈ കേസ് തക്കതായ രീതിയിൽ പോലീസ് അന്വേഷിക്കണം. എന്തായാലും പോലീസ് അവിടെ ഒരിക്കൽ അന്വേഷണമായിട്ടൊക്കെ പോയതല്ലേ, ഇനി അവിടെ പോയി ഫുട്ടേജ് ഫുള്ള് ചെക്ക് ചെയ്ത് എല്ലാം അന്വേഷിക്കണം. അതുപോലെ ഹക്കീം പറഞ്ഞത് തെറ്റാണെങ്കിൽ അവനെതിരെ നടപടി എടുത്തേ പറ്റത്തുള്ളൂ. വെറുതെ വിടേണ്ട കേസൊന്നുമല്ല. ബാക്കി പറഞ്ഞേട്ടെ. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും അതേ പറഞ്ഞ ടെക്നിക്കലി ഇത് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന എന്ത് രീതിയിലും സഹകരിക്കാൻ ഞങ്ങൾ റെഡിയാണ്. ഏത് രീതിയിൽ നമ്മൾ സഹകരിക്കാൻ റെഡിയാണ്. ഒരൊറ്റ എവിഡൻസ് കൊണ്ടുവാ, എന്നിട്ട് സംസാരിക്കുക. ഒരു എവിഡൻസ് പോലും ഇല്ലാതെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഫോട്ടോസ് AI വെച്ച് ക്രിയേറ്റ് ചെയ്ത് നമ്മളിങ്ങനെ അപമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തെറ്റും ഞങ്ങൾ ചെയ്യുന്നില്ല. മുഖം പോലും മറക്കാതാണ് നമ്മൾ വന്ന് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, അവരത്രയും കോൺഫിഡൻസ് ആയിട്ട് നിൽക്കുകയാണ്, മുഖം പോലും മറക്കാതെ വന്ന് നിൽക്കുകയാണെന്ന്. അതൊന്നും എനിക്ക് യോജിപ്പില്ല. അതിപ്പം നിങ്ങൾ കുറ്റക്കാരാണെങ്കിലും അല്ലെങ്കിലും ചിലപ്പോൾ വന്ന് നിൽക്കും. കാരണം കുറ്റക്കാരാണെങ്കിലും ജനങ്ങളുടെ മുന്നിൽ കുറ്റക്കാരല്ലെന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം. അതിപ്പോൾ നാളെ ഞാനായാലും അങ്ങനെയൊക്കെ നിൽക്കും. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയണ്ട, മുഖം പോലും മറക്കാതെ ഞാനിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം എനിക്ക് യോജിപ്പില്ല. എന്തായാലും നിങ്ങൾ തെറ്റുകാരല്ലെങ്കിൽ ഈ ഒരു വിഷയം തക്കതായ നടപടി ഹക്കീമിനെതിരെ എടുക്കണം. അല്ലെങ്കിൽ ഹക്കീം ഇട്ടിട്ടുള്ള വീഡിയോ റിമൂവ് ചെയ്ത് മാപ്പ് പറയണം. അവൻ ഈ ചെയ്തത് ഒരു തെളിവില്ലാണ്ടാണ് 2 പേര് വന്ന് പറഞ്ഞ വോയിസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണെങ്കിൽ ഉറപ്പായിട്ടും ഹക്കീം ഇതിന് മറുപടി പറയണം. എന്തായാലും ഹക്കീം ഈ നിമിഷം കൊണ്ട് തന്നെ ആ വോയിസ് അയച്ച പെൺകുട്ടികളുമായിട്ട് കൂടുതൽ സംസാരിച്ചിട്ടുണ്ടായിരിക്കും. എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് നോക്കട്ടെ. തെളിവ് കിട്ടിയില്ല എങ്കിൽ എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ ആ പെൺകുട്ടികൾ രംഗത്ത് വരണം. നിയമത്തിന്റെ മുന്നിൽ ആ പെൺകുട്ടികൾ വന്ന് സത്യസന്ധമായിട്ട് തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയുക. ഇന്ന സ്ഥലത്ത് ഇന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ഇന്ന സംഭവങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് പറയുക, മൊഴി കൊടുക്കുക, കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അങ്ങനെയുള്ള സ്ഥാപനമാണെങ്കിൽ അത് അടച്ചു പൂട്ടുക. ഇവർ ലഹരി ഉപയോഗിക്കുകയോ കച്ചവടം നടത്തുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർക്കെതിരെ നടപടി എടുത്ത് അറസ്റ്റ് ചെയ്യുക. അല്ലാത്ത പക്ഷം ഈ പറഞ്ഞ പെൺകുട്ടികളെയും അറസ്റ്റ് ചെയ്യുക, ഹക്കീമിനെതിരെ നടപടി എടുക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇവിടെ 2 പെൺകുട്ടികളുടെ വോയിസ് കണ്ടു. ആ വോയിസിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ശരിയായിട്ടല്ല നിങ്ങൾ നിങ്ങൾ ഒരു പിഞ്ചു കുഞ്ഞിനെ ഒരു ശ്രദ്ധയില്ലാതെയാണ് ഇവിടെ ഇട്ടേക്കുന്നത് എന്നാ പറഞ്ഞത്. ഈ പറയുന്ന പിഞ്ചു കുഞ്ഞ് മിസ്രിന്റെ മോളാണ്. ആ കുട്ടി ഇവിടെ അടുത്ത് ഹിദായ സ്കൂളിലാണ് പഠിക്കുന്നത്. ആ സ്കൂളിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സ്കൂളിൽ അന്വേഷിക്കാം, ഈ നാട്ടുകാർക്ക് അന്വേഷിക്കാം, ഇവിടെ താമസിക്കുന്ന കുട്ടികളോടും അന്വേഷിക്കാം. ആ കൊച്ചു സ്കൂളിന് പോകുന്നുണ്ട്, അവള് പഠിക്കുന്നുണ്ട്, അവളെ കാര്യങ്ങളെല്ലാം മിസ് കറക്റ്റായിട്ട് നോക്കുന്നുണ്ട്. ഈവൻ അവൾക്കൊരു വയ്യാതെ വന്നാൽ പോലും ഇവിടെ അടുത്തത് ഇക്ര ഹോസ്പിറ്റലാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ചീട്ടും കാര്യങ്ങളും ഒക്കെ ഇവളുടെ ഉണ്ട്, ഓരോ പ്രിസ്ക്രിപ്ഷൻസും ഉണ്ട്. എന്റെ കുഞ്ഞിനെ ഞാനല്ലാതെ പിന്നെ നാട്ടുകാരാണോ നോക്കുക? അല്ലല്ലോ. അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരാണോ നോക്കുക? ഞാനല്ലേ നോക്കേണ്ടത്. ഞാനത് നോക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളവരെ ഞാൻ എന്തിനാണ് ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം? ഞാൻ എന്റെ കുഞ്ഞിനെ നോക്കുന്നുണ്ടോ ഇല്ലെന്ന് ഞാൻ നോക്കുന്നില്ലാത്തതിന്റെ എന്ത് തെളിവാണുള്ളത്?
എന്തിനു വേണ്ടിയിട്ട് ചെയ്യുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കുട്ടിന്റെ ഫോട്ടോ അടക്കം ക്യാമറ വെച്ചിട്ട് വെറുതെ വേണ്ടാത്ത രീതിയിൽ ഓരോന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിട്ട്? എന്താണ് ഇവരുടെ ആവശ്യം? അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കുഞ്ഞിനെതിരെയാണ് പോരാടുന്നെങ്കിൽ പോലും ഡയറക്റ്റ് എന്താ പറയാ ചൈൽഡ് വെൽഫെയറിൽ ഇൻഫോം ചെയ്തിട്ട് അവരോട് പറയാറുന്നല്ലോ വന്ന് അന്വേഷിക്കാൻ. അല്ലാതെ അതിന് പകരം ഞങ്ങൾ 3 പേരുടെയും ഫേസ്, ആ കുട്ടീന്റെയും ഫേസ് അടക്കം എടുത്തിട്ട് മോർഫ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഹക്കീം എന്താ നേടാൻ പോണത്? ഇപ്പോഴാണ് ശരിക്കും ആ കുഞ്ഞിനെ ബാധിച്ചത്, നല്ല രീതിക്ക് നല്ലോണം അഫക്ട് ചെയ്യുന്നത്. ഓക്കെ, ഹക്കീം ഇവിടെ എന്താ നേടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും നേടുന്നില്ല. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് റീച്ച് നേടുന്നുണ്ട്, പിന്നെ വരുമാനം ഉണ്ടെങ്കിൽ അതും നേടുന്നുണ്ട്. പിന്നെ അവൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ജെനുവിനിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ക്രെഡിറ്റും അവൻ നേടുന്നുണ്ട്. പിന്നെ ഉടായ്പകളെ വലിച്ചു കീറി ഒട്ടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സുഖവും നമ്മൾ നേടുന്നുണ്ട്. ഇത്രേ ഉള്ളൂ, വേറെ കൂടുതൽ നേട്ടമൊന്നുമില്ല. അല്ലാണ്ട് ഇത്രേ ഉള്ളൂ. അപ്പൊ ആ കുട്ടിയുടെ കേസ് കേട്ടല്ലോ, ഹക്കീം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കുട്ടി മാനസികമായിട്ടൊക്കെ ട്രോമയിലോട്ടൊക്കെ പോകും, കുട്ടിക്കാലം അങ്ങനത്തെ സെറ്റപ്പിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അവര് കുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കുട്ടിയെ പൊന്നുപോലെ നോക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവരുടെ 3 പേരുടെ ലുക്ക് വെച്ചിട്ട് കുറെ കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എവിടെ ഇവളുമാരെ കണ്ടാലേ അറിയാം ഉടായ്പാണെന്ന്. എനിക്കൊന്ന് മറുനാടലാണ് എവിടെയോ ഞാൻ കണ്ട്. ഓക്കെ, ഇവളുമാരെ കണ്ടാലേ അറിയാം ഉടായ്പകളാണ് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഒരാളെ മുഖവും ഡ്രസ്സിംഗ് ഒന്നും വെച്ചിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നല്ലവനായ ഉണ്ണികളെ പോലെ ഡ്രസ്സും ധരിച്ച് നടന്ന് വളരെ ശാന്തനായിട്ട് കുളിച്ച് കുറിയും തൊട്ട് എണ്ണയും വടിച്ച് ഒടിച്ച് നടക്കുന്ന പോകുന്ന ടീംസുകളാണ് ലോക ഉടായ്പകൾ. അതുകൊണ്ട് ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനത്തെ കമന്റ്സ് ഒന്നും ടൈപ്പ് ചെയ്ത് വിടല്ലേ, അതൊക്കെ ബോറ് പരിപാടിയാണ്. ഇതെല്ലാം ബാക്കി അവർ പറഞ്ഞേട്ടെ. പിന്നെ ഇതിൽ പറഞ്ഞത് ചെക്കന്മാർ ഇവിടെ കയറുന്നു, ചെക്കന്മാർ ഇതിന്റെ ഉള്ളിൽ കയറുന്നു. എപ്പോഴാണ് ചെക്കന്മാർ ഇതിന്റെ ഉള്ളിൽ കയറിയത്? ഇവിടെ ക്യാമറ ഉണ്ട്, ക്യാമറ ഉണ്ടായതുകൊണ്ട് ഏത് ചെക്കന്മാർക്ക് അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റുക? ഞങ്ങൾക്ക് മനസ്സിലാവും. ഇതേപോലെ തന്നെ കിച്ചന്റെ അവിടെ ഉണ്ട് ക്യാമറ. എന്തായാലും ഇതിലെ വരുമ്പോഴായാലും എന്തായാലും കയറുമ്പോ ക്യാമറയിൽ കാണല്ലോ. നമ്മളെ ചുറ്റുപാടുള്ളത് ഫാമിലിയായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ്, റെസിഡൻഷ്യൽ ഏരിയ. നമ്മൾക്ക് അപ്പുറമുള്ള വീട്ടിലാണെങ്കിലും ഇതിലെ മുന്നിലുള്ള വീട്ടിലാരൊക്കെ നമ്മൾ സഹകരിക്കുന്ന ആൾക്കാരാണ്. തൊട്ടടുത്ത വീടുകളാണ്, ഫാമിലി ആയിട്ട് താമസിക്കുന്നവരാണ്, നമ്മൾ സഹകരിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഇവിടെ തന്നെ ഒരു പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇവിടെ ഇങ്ങനത്തെ ഡ്രഗ്സ് യൂസ് ചെയ്യാനോ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നാട്ടുകാർ കയറി ഇടപെടന്നെ ചെയ്യും. ഓക്കെ, റെസിഡൻസ് ഏരിയ ആയതുകൊണ്ട് തന്നെ അപരാധം നടക്കാൻ കുറച്ച് സാധ്യത കുറവാണ്. എനിക്കറിയത്തില്ല, അവിടുത്തെ അവസ്ഥ എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച് വരുന്നത്, ഈ റെസിഡൻസ് ഏരിയയിൽ അത്യാവശ്യം അവനവന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന ടീംസാണ്. അവരവരുടെ കാര്യങ്ങൾ നോക്കും, അപ്പുറത്തുള്ള എന്ത് ചെയ്യണമെന്ന് പോലും എത്തി നോക്കത്തില്ല. ആ ഒരു ടൈപ്പ് ആൾക്കാരാണ് റെസിഡൻസ് ഏരിയയിലൊക്കെ അത്യാവശ്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ അപരാധം നടന്നു കഴിഞ്ഞാൽ അവരെ അറിയത്തില്ല. പിന്നെ ഈ പെമ്പിള്ളാർ പറഞ്ഞതുപോലെ 2 മാസത്തെ ഫൂട്ടേജ് കുറഞ്ഞത് അവിടെ ഉണ്ട്. ഈ 2 മാസത്തെ ഫൂട്ടേജ് ഫുള്ള് ചെക്ക് ചെയ്യണം. ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഫൂട്ടേജ് മിസ്സിംഗ് ഉണ്ടോ എന്ന് നോക്കണം. നമുക്കെടുത്ത് കളയാമല്ലോ, അപരാധം നടക്കുന്ന സീൻ ഉണ്ടെങ്കിൽ അതെടുത്ത് കളയാമല്ലോ. അതുകൊണ്ട് ഫുൾ ഫൂട്ടേജ് ചെക്ക് ചെയ്യുക. ഇത് പോലീസ് അത്യാവശ്യം അന്വേഷിക്കണം, ഒന്നും കൂടി ഇറങ്ങി അന്വേഷിക്കണം. ഈ കുട്ടികൾ നിരപരാധിയാണെങ്കിൽ അത് തെളിയിക്കപ്പെടണം. ഹക്കീമിനെതിരെ നല്ലപോലെ നടപടി എടുക്കണം. പ്രത്യേകിച്ച് ആ വോയിസ് കൊടുത്തില്ല 2 പെൺകുട്ടികൾ, അവർ രണ്ടുപേരെയും ഇവരെ തന്നെ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് തന്നെ ആളെ മനസ്സിലായിട്ടുണ്ട്. ആ സ്ഥിതിക്ക് അവരെ ചോദ്യം ചെയ്യണം. പിന്നെ ആ കുട്ടികളുമായിട്ട് ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നേരത്തെ എന്തെങ്കിലും വഴക്ക് പ്രശ്നങ്ങളായിട്ടാണോ ആ കുട്ടികൾ ഇവിടെ നിന്ന് പോയത്, അതൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പെട്ടെന്ന് ഒന്ന് അന്വേഷിച്ച് ഈ കുട്ടികൾ നിരപരാധിയാണെങ്കിൽ അത് തെളിയിക്കുക. മറ്റേ പിള്ളേർ വ്യാജ കള്ളമാണ് ഹക്കീമിന്റെ അടുത്ത് പറഞ്ഞെങ്കിൽ അതും തെളിയിക്കുക. ഒരു തെളിവും കയ്യിൽ കിട്ടാണ്ട് 2 പേര് പറഞ്ഞത് കേട്ടുകൊണ്ട് വിശ്വസിച്ച് വീഡിയോ ചെയ്തതാണ് ഹക്കീമെങ്കിൽ ലോക മണ്ടത്തരമെന്ന് ഞാൻ പറയത്തുള്ളൂ. പ്രത്യേകിച്ച് നമ്മളൊരു കണ്ടന്റ് ആദ്യമായിട്ട് പുറത്തുവിടുന്ന സമയത്ത് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെ നെഞ്ചത്താണ്. ആ സ്ഥിതിക്ക് നമ്മൾ ഒന്ന് അന്വേഷിക്കുക കേട്ടാ. തെളിവുകൾ എങ്കിലും അറ്റ്ലീസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്തെങ്കിലും വീഡിയോ, ഫോട്ടോസോ, എന്തെങ്കിലും കോൾ റെക്കോർഡിങ്ങോ എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇറങ്ങാം. അല്ലാത്ത പക്ഷം മൂഞ്ചിപ്പോവും ഉള്ള കാര്യം പറയാം. ഹക്കീം ഇവിടെ അനങ്ങിയിട്ടില്ല, ഇതുവരെ ഒന്നും റിപ്ലൈ ഇട്ടിട്ടില്ല. ഞാൻ അതാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇവൻ എന്തുകൊണ്ട് ഒന്നും മിണ്ടുന്നില്ല, അതാണ് എന്റെ ഒരു ക്വസ്റ്റ്യൻ. ബാക്കി വലിയ സംഭവം ഇവിടെ നടന്നിട്ടാണെങ്കിൽ പോലും നാട്ടുകാരും വന്ന് നമ്മളോട് ആരും ഒന്നും ചോദിച്ചില്ല. വൈറലായിക്കൊണ്ടിരിക്കുക. ഈ നാട്ടുകാരും ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചിട്ടില്ല ഇത് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്നുണ്ടോ, ആരും ചോദിച്ചിട്ടില്ല. കാരണം ഞങ്ങളുടെ അടുത്ത് അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. ഞങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒന്നും ഉണ്ടായിട്ടുണ്ടെങ്കിലല്ലേ നാട്ടുകാർ വന്നിരിക്കുക. ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ അങ്ങനെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു കംപ്ലൈന്റ്സ് പോലും ഈ നാട്ടുകാർക്ക് ഞങ്ങളെ പറ്റി ഇല്ല. പക്ഷെ അങ്ങനെ ഒരു സ്ഥലത്ത് എന്തിനാ പോലീസ് റെയ്ഡ് ചെയ്തത്? ആക്ച്വലി ഈ പോലീസ് റെയ്ഡ് നടന്നതിന്റെ തൊട്ട് പിറ്റേന്റെ ദിവസം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ യഥാർത്ഥ ഇതെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്.
അപ്പൊ അവര് പറയുന്നത് കോഴിക്കോട് പാലായിൽ ഒരുവിധം ഇങ്ങനെ ഹോസ്റ്റൽ നടത്തി വരുന്ന ഹോസ്റ്റൽ PG അങ്ങനെ ഈ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന അടുത്തെല്ലാം ഇപ്പൊ ഈ ചെക്കിംഗ് നടക്കുന്നുണ്ട്, റെയ്ഡ് നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇവിടെ കയറി ചെക്ക് ചെയ്തതെന്നാണ് അവർ പറഞ്ഞത്. നമ്മളും അപ്പൊ അത് നോർമൽ ആയിട്ട് എടുത്തോളൂ. നമ്മളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജ് ഹോസ്റ്റലിൽ ഇങ്ങനത്തെ റെയ്ഡുകൾ വരാറുണ്ട്. അപ്പൊ നമ്മളെ കയ്യിൽ നിന്ന് ഇവിടുന്ന് ഒന്നും കിട്ടിയില്ല എന്നുള്ള റിപ്പോർട്ട് ഉണ്ട് നമ്മുടെ കയ്യില്. അതേപോലെ തന്നെ നമ്മളിപ്പോ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ റെയ്ഡിന് വന്ന പോലീസിനെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല എന്നും നമ്മൾ നിരപരാധികളാണെന്ന് തെളിഞ്ഞത് കൊണ്ട് നമുക്ക് എന്ത് സപ്പോർട്ടും ചെയ്തു തരാൻ ആ പോലീസ് സ്റ്റേഷനും അവിടുത്തെ അധികാരികൾ റെഡിയാണ്. ഓക്കെ, ഇവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോലീസ് അന്വേഷിക്കാൻ വന്നതിന്റെ റീസൺ പൊതുവെ എല്ലാ PGകളിലും ഹോസ്റ്റലിലും ഇങ്ങനത്തെ ചെക്കിംഗ് ഉണ്ടാവുന്നുണ്ട്, ആ കൂട്ടത്തിലാണ് ഇവിടെ വന്നതെന്നാണ് ഇപ്പൊ പറഞ്ഞത്. പക്ഷെ മറുനാടനിൽ ഇവര് പറഞ്ഞത് അങ്ങനെയല്ല. മറുനാടനിൽ പറഞ്ഞത് ഹക്കീം പറഞ്ഞിട്ടാണ് ഈ സംഭവം വന്നതെന്ന് അവരറിഞ്ഞെന്നാണ് പറയുന്നത്. ഇതായിരിക്കും മേ ബി ആദ്യം എടുത്തത്, അതിനുശേഷമായിരിക്കും മറുനാടനിൽ എക്സ്ക്ലൂസീവായിട്ട് കൊടുത്തത്. എനിക്കറിയത്തില്ല, ഒരുപക്ഷെ ഇതായിരിക്കണം ആദ്യം ഷൂട്ട് ചെയ്തത്, അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ പറഞ്ഞത്. അപ്പുറത്ത് നിന്നപ്പോൾ ഹക്കീമിന്റെ നെഞ്ചത്ത് ഇട്ടതാണോ, ഇനി പോലീസുകാർ പറഞ്ഞോ ഹക്കീമാണ് വിളിച്ചു പറഞ്ഞതെന്ന്? അങ്ങനെ പോലീസുകാർ പറയൂ? ഇപ്പൊ നമ്മള് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് പോലീസുകാർ ഈ പറഞ്ഞതുപോലെ ഇൻഫർമേഷൻ തന്ന ആളുടെ പേര് പറയൂ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ പറയില്ല. ഇൻഫർമേഷൻ തന്ന ആൾക്കാരെ പോലീസുകാർ പറയത്തില്ല. അതെന്തോ എനിക്ക് അവിടെ ഒരു മിസ്മാച്ചിങ് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പോലീസുകാർ അങ്ങനെ പറയത്തില്ല ഇൻഫർമേഷൻ തന്ന ആളുടെ പേര്. പിന്നെ ഈ കുട്ടികൾ എങ്ങനെ അറിഞ്ഞു ഇൻഫർമേഷൻ തന്നത് ഹക്കീമാണെന്ന്? ഹക്കീം പറഞ്ഞിട്ടാണ് പോലീസുകാർ അവിടെ ചെക്കിങ്ങിന് വന്നതെന്ന് ഈ കുട്ടികൾ എങ്ങനെ അറിഞ്ഞു? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അത് ചെറിയൊരു കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ ആ പോലീസുകാരുമായിട്ട് അത്യാവശ്യം ഹോൾഡ് പിള്ളേർക്ക് ഉണ്ടാവണം, മനസ്സിലായ? ആ പിള്ളേർക്ക് എന്ത് വേണം? ആ അന്വേഷിക്കാൻ വന്ന പോലീസുകാരുമായിട്ട് അത്യാവശ്യം ഹോൾഡ് ഉണ്ടാവണം. നടന്നിട്ടുണ്ട്. ഈ ഹക്കീം കൊടുത്തിട്ടാണ് റൈഡ് നടന്നത്. ഞങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഞങ്ങൾ പന്തരങ്കാവ് സ്റ്റേഷന് മുന്നിൽ തന്നെ ഉണ്ട്. ഇവിടെ വന്ന് സാറിനെ കണ്ടപ്പോൾ സാറാണ് പറയുന്നത് ഹക്കീം ഇതിന് മുമ്പ് തന്നെ ഇങ്ങനൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടോ? അത് കേസ് ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മുഖേനയാണ് റൈഡ് നടന്നതെന്ന്. റൈഡ് നടന്നിട്ട് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. ഇപ്പൊ അയൽവാസികളോട് സംസാരിച്ചാലും അവിടെ താമസിച്ച ബാക്കി കുട്ടികളോട് താമസിച്ചാലും ഒന്നും തന്നെ നമ്മൾ ആരും ലഹരി യൂസ് ചെയ്യുന്ന ആൾക്കാരോ സെയിൽ നടത്തുന്ന ആൾക്കാരോ അല്ല. ഓക്കെ, നിങ്ങള് ലഹരി യൂസ് ചെയ്യുന്നവരോ അല്ല, സെയിൽ നടത്തുന്നവരോ അല്ല, ഓക്കെ. പക്ഷെ ഏത് പോലീസുകാരനാണ് ഈ ഇൻഫർമേഷൻ തന്ന ആളുടെ പേര് ഇവർക്ക് പറഞ്ഞു കൊടുത്തത്? അത് നിയമപരമായിട്ട് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ ഒരു പോലീസുകാരും ചെയ്യത്തില്ല. കാരണം നമ്മള് സീക്രട്ടായിട്ട് പോലീസുകാർ പുറത്ത് നമ്മുടെ പേര് പറയില്ല എന്നുള്ള വിശ്വാസത്തോടെയാണ് പോലീസുകാരെ വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് കൊടുക്കുന്നത്. അങ്ങനെയുള്ള പോലീസുകാർ പ്രതികൾ അല്ലെങ്കിൽ ഇവരുടെ സ്ഥാപനത്തിലാണല്ലോ അന്വേഷണം അല്ലെങ്കിൽ ചെക്കിങ് നടന്നത്. അപ്പൊ അങ്ങനത്തെ സ്ഥിതിക്ക് പോലീസുകാർ പേര് ഇത് വിളിച്ചു പറഞ്ഞ ഇന്ന ആളാണ്, ഇന്ന ആൾ പറഞ്ഞിട്ടാണ് നമ്മളിവിടെ ചെക്കിങ്ങിന് വന്നതെന്ന് ഒരിക്കലും പറയില്ല. അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റ്. അപ്പൊ ഹക്കീമിന്റെ പേര് പോലീസുകാർ പറഞ്ഞു എന്നാണ് ഈ പിള്ളേർ പറഞ്ഞു വെക്കുന്നത്. ഏത് പോലീസുകാരനാണ് അത് പറഞ്ഞത്? അത് തെറ്റാണല്ലോ. അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. അവിടെ എനിക്കെന്തോ ഒരു സുഖക്കുറവുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പോലീസുകാരുമായിട്ട് ഇവർക്ക് അത്രയും ക്ലോസ് ആയിട്ട് കമ്പനിയാണ്, അറിയാൻ പാടില്ല. അവിടെ എനിക്കൊരു മിസ്മാച്ചിങ് ആണ് ഫീൽ ചെയ്യുന്നത്. അതാണ് എൻ്റെ ഒരു ഡൗട്ട്, മനസ്സിലായ? ആ ഒരു ഡൗട്ടാണ് എനിക്ക് നിങ്ങൾ പൂർണ്ണ നിരപരാധിയാണെന്ന് പറയാൻ പറ്റാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത്, മനസ്സിലായ? ആ ഒരു ഡൗട്ടാണ് എനിക്ക് അവിടെ കയറിക്കൊണ്ടത്. അതുപോലെ എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ പോലീസുകാർ ഹക്കീമിന്റെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അവിടെ ഒരു ഡൗട്ട് അടിച്ചു. അത് ഫെയർ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഇനി ബാക്ക് ടു വീഡിയോ. പിന്നെ ഈ ഹക്കീം ആ വീഡിയോയിൽ പറയുന്ന 1-2 തെളിവുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നിരുന്ന കുട്ടികളുടെയാണ്. ഐ തിങ്ക് അത് ഒന്ന് ഷേസ്നയാണ്, പിന്നെ ഒന്ന് വരുന്നത് റഹനയാണ്. ഷേസ്ന വയനാടുള്ള ആളാണ്, റഹന പയ്യോളിയിലുള്ള ആളാണ്. ഇവർ രണ്ടുപേരും നമ്മുടെ ഹോസ്റ്റലിൽ നിന്നിരുന്നത്. ഇതിൽ റഹന HP വർക്ക് ചെയ്യാണ്, YMCA റോഡില്. ഷേസ്ന ഇവിടെ ലൈക്ക് എന്താ പറയാ സൈലത്തിലാണെന്ന് തോന്നുന്നു. എന്തിനാ CMA എന്തോ കോഴ്സ് ചെയ്യുന്ന കുട്ടികളാണ്. ഇവരൊക്കെ നമുക്ക് അറിയുന്ന ആൾക്കാരാണ്. നമ്മൾ ഇവരെ പേരിലും കേസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇവർ എന്തിനിത് പറഞ്ഞു? അതെ, കാരണം ഇവിടെ നടക്കാത്ത സംഭവങ്ങളാണ് ഇവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടുന്ന് എന്തൊക്കെയോ പിടിച്ചെന്നോ എന്തോന്ന് പറഞ്ഞില്ലായിരുന്നോ? അതെ, ഇവിടുന്ന് എന്തൊക്കെയോ പിടിച്ചെന്നോ അങ്ങനെയുള്ള സംഭവം ആ കുട്ടികൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ നേരിട്ട് വന്ന് പറയട്ടെ. ആ കുട്ടികൾ കോർട്ടിൽ വന്നത് പറയണം. ഓക്കെ, നല്ല കാര്യമാണ്. കാരണം ആ പെൺപിള്ളാരുടെ പേരിലും കേസ് കൊടുക്കണം. അങ്ങനെ ആ പെൺപിള്ളാര് രംഗത്ത് വരണം. അവർ ഇതിന്റെ സത്യാവസ്ഥ തുറന്നു പറയണം. ഇവിടെ ഇങ്ങനത്തെ അപരാധം നടന്നിട്ടുണ്ടെന്നാണ് പെൺപിള്ളാര് പറഞ്ഞിട്ടുള്ളത്.
അവരത് തെളിയിക്കണം, അവർ പറയണം, അവർ കോടതിയിലും പോലീസ് സ്റ്റേഷനിലും എല്ലാം പറയണം. കാരണം അവരെ വെറുതെ വിടാൻ പറ്റത്തില്ലല്ലോ. ഹക്കീമിന്റെ വീഡിയോയില് അവരുടെ വോയിസ് ആണല്ലോ, ആ സ്ഥിതിക്ക് അവർ തന്നെ ഇത് പറയേണ്ടി വരും, പറയണമല്ലോ. അതാണല്ലോ അതിന്റെ ഒരു ശരി. അതാണ്. പിന്നെ എനിക്ക് ഡൗട്ടായിട്ടുള്ളത്, ഹക്കീമിന്റെ പേര് ഒരിക്കലും ഒരു പോലീസുകാരും പറയാൻ പാടില്ല. ഇൻഫർമേഷൻ തന്ന ആളുടെ പേര് പറയൂ, ആരോപണം വിധേയമായ ആൾക്കാരെടുത്ത് പറയൂ. എനിക്ക് തോന്നുന്നില്ല. അത് മാത്രം എനിക്കെന്തോ ഒരു മിസ് മാച്ചിങ് അടിച്ച്. പിന്നെ പോലീസുകാരുമായിട്ട് ഈ പിള്ളേർ എന്നെ വിളിച്ച് സംസാരിക്കുന്ന വോയിസ് ഉണ്ട്, കേട്ടു നോക്കാം. ഹലോ, ASI ഫിറോസ് സാർ അല്ലേ? ഓക്കെ, ഞാൻ അൽഫിയായിരുന്നു സാർ. അന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ലേ നമ്മളെ പാലാഴി ഒരു PGയിൽ ലൈക്ക് ഒരു ഇൻഫർമേഷൻ്റെ പുറത്ത് റെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഓക്കെ. അപ്പോൾ സാർ നമ്മളെ അതിനെപ്പറ്റി പിന്നെ ഇപ്പോൾ ഒരു വീഡിയോ ഒക്കെ വന്ന് നമ്മൾ ആകെപ്പാട് ഒരു ലൈക്ക് എന്താ പറയുക സിറ്റുവേഷൻ ഫേസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതെ, ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഇവിടെയാണ് നമ്മൾ ഡ്രഗ് ഡീലേഴ്സ് ആണ്, നമ്മൾ പെഡ്ലേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഒക്കെ വന്ന് വ്ളോഗർ ഹക്കീമ്. ഹക്കീമിന്റെ പേരിൽ നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി, FIR ഒക്കെ ഫയൽ ചെയ്തു. പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ തന്നെ കൊടുത്തത്. ആ റെയ്ഡ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ സാറിന് അവിടെ ഒന്നും കിട്ടിയില്ലല്ലോ? ഒന്നും കിട്ടിയിട്ടില്ല. ആ റിപ്പോർട്ട് സാർ എഴുതിയതുമാണല്ലേ? അതെ, അത് ഓക്കെ, ഇവരുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് പോലീസുകാർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നല്ല കാര്യം. അങ്ങനെ തെറ്റില്ലെങ്കിൽ റിപ്പോർട്ട് കൊടുക്കണമല്ലോ. അപ്പൊ തെറ്റില്ല, റിപ്പോർട്ട് കിട്ടി, ഇവരുടെ ഭാഗത്ത് വേറെ വിഷയമൊന്നും ഇല്ല എന്ന്. അതുപോലെ തന്നെ CCTV 2 മാസത്തെ ഫൂട്ടേജ് കിട്ടുമെന്നാണ് പറഞ്ഞത്. അത് ഫുള്ളായിട്ട് ചെക്ക് ചെയ്യണം. അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഫൂട്ടേജ് മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഹക്കീമ പറഞ്ഞത് സത്യമാകും. ഫൂട്ടേജ് മിസ്സാവാൻ പാടില്ലല്ലോ അങ്ങനെയാണെങ്കിൽ. അങ്ങനെയാണ് ഇവിടെ ഒരു വിഷയം ഉൾമറിഞ്ഞ് കിടക്കുന്നത്. ഇതിന് ഹക്കീം മറുപടി പറഞ്ഞേ പറ്റത്തുള്ള. ഹക്കീമെ ദുബായിൽ ഇരുന്ന് എങ്ങോട്ട് കണങ്ങണമെന്ന് പറഞ്ഞാൽ പോരെ, ഇതിന് മറുപടി പറയണം. ഇനി ബാക്ക് ടു മറുനാടല്ലേ പോവാം നമുക്ക്. വേറൊരു പയ്യന്റെ ഒരു കേസ് ഉണ്ടല്ലോ, ഒരു പയ്യനെ ഇതിൽ കാണിച്ചല്ലോ ഹക്കീം. ലവനെ പറ്റിയിട്ടാണ്. ലവനുമായിട്ട് ഇവർക്ക് 2 മാസത്തിന് മുന്നേ കമ്പനി ഉണ്ടായിരുന്നെന്നും ലവൻ അപരാധി ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവന്റെ കമ്പനി വിട്ടെന്നുമാണ് പറയുന്നത്. അപ്പൊ അവനോട് കമ്പനി ഉണ്ടായിരുന്നു. അപ്പൊ അവൻ അപരാധിയാണ്. അവൻ എന്ത് തരം അപരാധിയാണ്, അതാണ് അടുത്ത് പുറത്തു കൊണ്ടുവരേണ്ടത്. 2 മാസം മുന്നേ ഇവർക്ക് എന്ത് കണക്ഷനും ആയിരുന്നു അവനുമായിട്ട്, എങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു, ആ ഫ്രണ്ട്ഷിപ്പ് എന്തുകൊണ്ട് ഇവർ ബ്രേക്ക് ചെയ്തു, ഇവന്റെ എന്ത് നാറിയ പരിപാടിയാണ് ഇവര് തിരിച്ചറിഞ്ഞത്, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ബാക്കി വരുന്നുണ്ട്. ഒരു വിഷമം തോന്നുന്നൊരു കാര്യം അശ്വതി ബാലയുടെയാണ്. അശ്വതി ബാല പറയുന്നത് ആ അബ്ദുൽ ഹക്കീം ചെയ്ത വീഡിയോക്കകത്ത് ഒരു ആൺകുട്ടിയുണ്ട്, ആ ആൺകുട്ടിയുടെ കൂടെയൊക്കെ അശ്വതി ബാല നിൽക്കുന്ന തരത്തിലുള്ള ഫോട്ടോസ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ കുട്ടി അയാളെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് ആ കുട്ടി പറയുന്നത്. സീരിയസ്ലി ഞാൻ ആ പയ്യനെ നേരിട്ട് കണ്ടിട്ട് കൂടിയില്ല. എന്നിട്ടാണ് ഷാരൂഖ്, അൽഫിയ, അശ്വതി ബാല, മിസ്രി ഞാൻ കണ്ടപ്പോ ഞെട്ടിപ്പോയി. ഇതേതാണ് ഈ പയ്യൻ? ഞാൻ സംസാരിച്ചിട്ടോ നേരിട്ട് കണ്ടിട്ടോ ഒന്ന് എന്താ പറയണ്ട, ഒന്ന് കണ്ടിട്ട് കൂടിയില്ല ഞാൻ ആ പയ്യനെ. ഏത് രീതിയിൽ അന്വേഷിച്ചപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു കോണ്ടാക്ട് കിട്ടാൻ പോണില്ല. ഏത് രീതിയിൽ അന്വേഷിച്ചാലും കിട്ടാൻ പോണില്ല. ഓക്കെ, ഇപ്പം അശ്വതി ബാല കണ്ടിട്ടില്ല. ഈ ഷാരൂഖ് എന്ന് പറയുന്ന പയ്യനെ നിങ്ങൾക്ക് പരിചയമുണ്ട്? നമുക്ക് പരിചയമുണ്ട്. ഇപ്പം അയാളുമായിട്ട് എന്തെങ്കിലും കോണ്ടാക്റ്റും ഇല്ല. നമ്മളെ ഫ്രണ്ട് ആയിരുന്നു. നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്കത് ഓക്കെ, അത് ശരിയല്ലാന്ന് തോന്നി നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പ് ഒഴിവാക്കിയ മോശപ്പെട്ട രീതിയിലേക്ക് പോയി. നമ്മൾ കണ്ടിട്ടില്ല, നമുക്ക് അറിയത്തില്ല. ഓക്കെ, പിന്നെ നമുക്ക് ലൈക്ക് ഓക്കെ ഇങ്ങനെ കുറച്ച് കോമൺ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഷാറൂഖിന്റെ പേര് പറഞ്ഞിട്ടാണ് നെർക്കോട്ടിക്സ് ടീം വന്ന് കയറിയത്. അത് സംബന്ധിച്ച് ഷാറൂഖിനായിട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഷാറൂഖിന്റെ കോൺടാക്റ്റേ നിർത്തിയത്. ഷാറൂഖിന്റെ പേര് ചോദിച്ചിട്ടാണ് വന്നത്. റെയ്ഡ് വന്നപ്പോ ഷാറൂഖ് ഇവിടെ വരാറുണ്ടോ, ഷാറൂഖുമായിട്ട് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഷാറൂഖിന്റെ പേരിലായിരുന്നു ഇത്, അല്ലെങ്കിൽ ഷാറൂഖിന്റെ പിന്നാലെ വന്നതായിരുന്നു നമ്മുടെ അടുത്തേക്ക് എത്തിയെന്ന് മനസ്സിലായി. നമ്മൾ ആ കോൺടാക്ട് കട്ട് ചെയ്തത്. അതിനുശേഷം ഷാറൂഖായിട്ട് ഒരു കോൺടാക്റ്റില്ല. പക്ഷെ ഇപ്പോഴും നമ്മൾ അതിന്റെ പേരിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഷാറൂഖായിട്ടുള്ള കോൺടാക്ട് കട്ട് ചെയ്തിട്ട് ഇപ്പൊ 2-3 മാസമായി. സ്റ്റിൽ നമ്മൾ അതിന്റെ പേരിൽ ഇപ്പോഴും ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലാവുന്നില്ല ഇത് എങ്ങനെ വന്നു, എവിടുന്ന് വന്നു, ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. ഷാറൂഖിന്റെ പേരിലാണെങ്കിൽ പോലും ഒരാളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വെച്ചെന്നും പറഞ്ഞ് നമ്മളൊക്കെ അത്തരത്തിലുള്ള ആൾക്കാരായി മാറുമോ? അത് മാറത്തില്ല. പക്ഷെ ഷാറൂഖുമായിട്ട് അവൻ എന്താണ് ഇതിന്റെ പരിപാടി എന്നാ എനിക്ക് ഒന്നും അറിയത്തില്ല. ഷാറൂഖ് എന്ത് ചെയ്യുന്നു എന്ന് പോലും അറിയത്തില്ല. അപ്പൊ എങ്ങനെയാണ് ഷാറൂഖുമായിട്ട് നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിലായത്? അതുപോലെ എന്തിനാണ് നിങ്ങൾ ഷാറൂഖിന്റെ ഫ്രണ്ട്ഷിപ്പ് വിട്ടത്? ഇവിടെ ഇപ്പൊ ഷാറൂഖിനെ നിങ്ങൾ എന്തുകൊണ്ടാണ് അവന്റെ ഫ്രണ്ട്ഷിപ്പ് വിട്ടെന്ന് പറയുന്നില്ല, മനസ്സിലായ? അപ്പൊ എന്തുകൊണ്ടാണ് അവന്റെ ഫ്രണ്ട്ഷിപ്പ് വിട്ടത്? അതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്തെങ്കിലും വലിയ റീസൺ ഇല്ലാണ്ട് ഒരാളുടെ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്ത് പോകത്തില്ലല്ലോ. അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് അവിടെ. പിന്നെ ഷാറൂഖിന്റെ പേരും പറഞ്ഞാണ് പോലീസുകാർ അവിടെ വന്നത്, അതും പറയുന്നുണ്ട്.
സംതിങ് റോങ്. മീൻസ് ഇവര് കുറ്റക്കാരാണെന്നല്ല ഞാൻ വാദിക്കുന്നത്. പക്ഷെ 2 മാസം മുന്നേ അല്ലെങ്കിൽ 3 മാസം മുന്നേ ഷാറൂഖുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വിട്ടു. അപ്പൊ ഈ ഷാറൂഖ് എന്ന് പറയുന്നവനെ പറ്റി എന്ത് ഇവർക്കറിയാം? ഇവരെന്താണ് ഷാറൂഖിനെ പറ്റി അറിഞ്ഞത്? അതുപോലെ തന്നെ ആരെങ്കിലും വന്ന് ഒരാളെ പറ്റിയിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതെടുത്ത് വച്ച് വീഡിയോ ചെയ്തു ഹക്കീം എന്നാണ് ഇവർ വാദിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഷാറൂഖിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് നേരിട്ട് മോശം അനുഭവം ഇല്ലാണ്ട് ആരൊക്കെയോ പറഞ്ഞത് വച്ചിട്ട് നിങ്ങൾ ഷാറൂഖിന്റെ ഫ്രണ്ട്ഷിപ്പ് വിടുമോ? അതും എൻ്റെ ഒരു ചോദ്യമാണ്. ആരൊക്കെയോ പറഞ്ഞ് ഷാറൂഖ് അങ്ങനെയുള്ളവനാണ് ഇങ്ങനെയുള്ളവനാണ് എന്ന് പറഞ്ഞത് കേട്ടുകൊണ്ട് ഓക്കെ ഇനി ഷാറൂഖിന്റെ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ വിട്ടുപോയോ? അതോ ഷാറൂഖിൽ നിന്ന് നേരിട്ട് മോശം അനുഭവങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടായോ? ഇതൊക്കെയാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് ബാക്കിയാകുന്നത്. എനിക്ക് എന്തോ ഒച്ചപ്പച്ചക്ക് എവിടേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഹക്കീമിന്റെ അടുത്ത് വെറുതെ 2 പെൺകുട്ടികൾ പോയിട്ട് ഇങ്ങനത്തെ ആരോപണം വയ്ക്കുമോ? ക്വസ്റ്റ്യനാണ്. അതും ക്വസ്റ്റ്യൻ മാർക്ക് നിൽക്കുകയാണ്. അങ്ങനെ വച്ചിട്ടുണ്ടെങ്കിൽ ഇവരടുത്ത് എന്തിനാണ് ഇത്ര വൈരാഗ്യം ആ പെൺകുട്ടികൾക്ക്? പിന്നെ വേറൊരു കേസ്, ആ പെൺകുട്ടികൾ പറഞ്ഞത് കള്ളമാണെങ്കിൽ നാളെ ആ പെൺകുട്ടികൾക്കെതിരെ ഇവര് നിയമപരമായിട്ട് പോകുമെന്നും അവരെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നും അല്ലെങ്കിൽ അതിനെ തുടർന്ന് അവർക്ക് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാവുമെന്നും തിരിച്ചറിവില്ലാതെ ആ പെൺകുട്ടികൾ ഇങ്ങനത്തെ മണ്ടത്തരം ചെയ്യുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനോട് ഭാഗ്യമാവുകയാണ്. അതുകൊണ്ട് ചിലപ്പോൾ തെളിവില്ലെങ്കിലും ആ കുട്ടികൾക്ക് നേരിട്ട് അറിയാവുന്നതും അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളാവാം, എന്തുമാകാം. പിന്നെ ഇവരുടെ സ്ഥാപനത്തിൽ CCTV ഉണ്ട്, അത് ചെക്ക് ചെയ്യുക. 2 മാസത്തെ ഫുൾ ഫൂട്ടേജും ഉണ്ടോ, അതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഫൂട്ടേജ് മിസ്സായിട്ടുണ്ടോ, എല്ലാം ചെക്ക് ചെയ്യണം. ഒന്നും വിടല്ല. അതുകൊണ്ട് എനിക്കിതിൽ ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ലേ. ഫുള്ള് സംശയത്തിന്റെ മുൾമുനയിലാണ് എനിക്ക് നിൽക്കുന്നത്. പിന്നെ ഇവര് പറയുന്നതിൽ എനിക്ക് എവിടെയൊക്കെ ഒരു മിസ്മാച്ചിങ് കിടപ്പുണ്ട്. ഹക്കീം തെളിവില്ലാണ്ട് ഇതെടുത്ത് ചെയ്തോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് എനിക്ക് നിൽപ്പുണ്ട്. ഇനി അവിടെ ഇപ്പൊ നിലവിൽ താമസിക്കുന്ന ഒരു കുട്ടി പറയുന്നത് കേട്ട് നോക്കാം കേട്ടോ. ഞാൻ ഉൾപ്പെടെ ഇവിടെ 8 പേരാണുള്ളത്. ഞാൻ വന്നിട്ട് 1 മന്ത് ആവാനായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇതുവരെ അങ്ങനത്തെ ഒരു കാര്യമൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഈ വീഡിയോയിൽ കണ്ട മോശമായിട്ടുള്ള രീതിക്ക് ഇതുവരെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം അങ്ങനത്തെ ഒരു മോശമായിട്ടുള്ള രീതിക്ക് കണ്ടിട്ടില്ല. ഓക്കെ, ഇവിടെ വന്നിട്ട് 1 മാസം മാത്രമായ ഒരു കുട്ടിയാണ് സംസാരിക്കുന്നത്. ആ കുട്ടി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി ഇവിടെ വന്നിട്ട് ഇതുവരെ മോശമായിട്ടുള്ള ഒന്നും കണ്ടിട്ടില്ല എന്ന് തന്നെയാണ്. ഓക്കെ, ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. ഈ 3 പെൺകുട്ടികൾ നിരപരാധിയാണെങ്കിൽ നിയമത്തിന്റെ മുന്നിലും ജനങ്ങളുടെ മുന്നിലും ഇവർക്ക് നീതി ലഭിക്കണം. മറിച്ച് മറ്റേ പെൺകുട്ടികൾ പറഞ്ഞത് കള്ളമാണെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കണം, ഹക്കീമിനെതിരെ. കേട്ടോ, ഹക്കീമിനെതിരെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹക്കീമാരുടെ വീട്ടിൽ പോയി തോണ്ടിക്കൊണ്ടൊന്നുമില്ല, അവൻ്റെ അടുത്ത് പോയ ന്യൂസാണ്. പക്ഷെ ഒരു വാർത്ത നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് നമ്മൾ അതിന്റെ ജെനുവിനിറ്റി ഫുള്ളായിട്ട് ചെക്ക് ചെയ്യുക, വിത്ത് എവിഡൻസ് ആയിരിക്കണം. അല്ലാണ്ട് ഒരാൾ വായ്ത്താളം മാത്രം അടിച്ചെന്ന് പറഞ്ഞ് നമ്മൾ എടുത്ത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ നിൽക്കല്, നമ്മൾ ഏറിപ്പോവും. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഈ ഒരു വിഷയത്തിന്റെ അപ്ഡേഷൻ എന്തെങ്കിലും അറിയുകയാണെങ്കിൽ നമുക്ക് നോക്കാം. പുതിയൊരു വീഡിയോ ഇടണം.